ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു പേരാണ് കൊളംബസ്. തൻ്റെ ഒരു പായ്ക്കപ്പൽ അദ്ദേഹം കടൽ മുറിച്ച് കടന്ന് മരുഭൂമി പദം കൊണ്ടളന്ന് നമുക്കറിയപ്പെടാത്ത ഒരുപാട് രാജ്യങ്ങൾ കണ്ടെത്തുകയും നമ്മളെ പരിചയപ്പെടുത്തി തരികയും ചെയ്ത ഒരു മഹാത്മാവാണ് കൊളംബസ്. എൻ്റെ പുത്തഞ്ചേരിയിൽ ഒരു കൊളംബസ് ഉണ്ട്. പക്ഷേ കൊളംബസ് കുമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുമാരൻ്റെ ജോലി ഈർച്ചപ്പണിക്കാരനാണ്. കാലത്ത് ഈർച്ചവാളും ചുമലിൽ വെച്ച് കുമാരൻ പുത്തഞ്ചേരി പുഴ മുറിച്ച് കടന്ന് അക്കരയ്ക്ക് എവിടേക്കോ ജോലിക്ക് പോകും. കുമാരൻ ഒറ്റയ്ക്കല്ല, തൊട്ടു മുമ്പിൽ കുമാരൻ്റെ ഗുരുനാഥൻ ഗോവിന്ദനുമുണ്ട്. ഗോവിന്ദൻ്റെ ഈർച്ചവാളും കുമാരൻ്റെ ഈർച്ചവാളും രണ്ടും വഹിക്കേണ്ടത് കുമാരനാണ്. ഈ പഴനിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകരുടെ പുറകിൽ ശംഖ് വിളിച്ച് ചില കുട്ടികൾ പോകാറുണ്ട്, പുൽപ്പായയും ശംഖും തീർത്ഥക്കിണ്ടിയുമായിട്ട്. അതുപോലെ ഗോവിന്ദൻ്റെ ഈർച്ചവാളും മരം ഈർന്നു മുറിക്കാനുള്ള ഉപകരണങ്ങളും എല്ലാം കയ്യിലെടുത്ത് വെച്ച് ആണ് കുമാരൻ്റെ യാത്ര. കുമാരനെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു ജഡത്തിൻ്റെ മുഖമാണ് കുമാരന്. യാതൊരു വികാരവുമില്ല. കാലത്ത് ഗോവിന്ദൻ്റെ കൂടെ പോകുന്നു, താഴെ ഈ മരത്തിൻ്റെ കീഴെ ഇരുന്നിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കും. ജോലി ചെയ്യുന്നത് ഗോവിന്ദനാണ്, കുമാരനൊരു സങ്കല്പം മാത്രമാണ്. ഈ കുമാരന് കൊളംബസ് എന്ന് പേര് വരാനുള്ള കാരണം കുമാരൻ ദരിദ്രനായിരുന്നു. കുമാരന് 4 പെങ്ങന്മാരെ സമ്പാദിച്ചു കൊടുത്തുകൊണ്ട് കുമാരൻ്റെ അച്ഛൻ പുത്തഞ്ചേരി പുഴയിൽ ഒരു കർക്കിടക മാസക്കാലത്ത് ഒരു തോണി മറിഞ്ഞ് മുങ്ങി മരിച്ചു. 14-15 വയസ്സുള്ള കുമാരൻ്റെ ചുമലിലായി കുമാരൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം. ഭൂമിയിൽ കാലൂന്നാൻ സ്ഥലമില്ല, 2 സെൻറ്റ് സ്ഥലം പോലുമില്ല, ഒരു വീടില്ല. ഒരു പുറമ്പോക്ക് സ്ഥലത്ത് പനയോല കൊണ്ട് മറച്ചു വെച്ചൊരു വീട്ടിൽ കുമാരനും 4 പെങ്ങന്മാരും ഒരമ്മയും താമസിച്ചു. പക്ഷേ കുമാരൻ നിത്യം അക്കാലത്ത് 15 രൂപ സമ്പാദിക്കുമായിരുന്നു. കുമാരൻ്റെ ഏക വിനോദം, ഏക സാക്ഷാത്കാരം, കുമാരനാവുന്നത് പുത്തഞ്ചേരിയിൽ നിന്ന് 4 നാഴിക കിലോമീറ്റർ നടന്നാൽ കാണുന്ന ഒരു തിയേറ്ററുണ്ട്, ശോഭ ടാക്കീസ്. അവിടെ 40 പൈസ കൊടുത്താൽ ഏത് മനുഷ്യനും മണലിലിരുന്ന് സിനിമ കാണാം. MGR, MN നമ്പ്യാർ, പുലികൾ, സർപ്പങ്ങൾ തുടങ്ങിയ പ്രേം നസീർ വരെ കാണാം 60 പൈസയ്ക്ക്. കുമാരൻ എല്ലാ സിനിമയും കാണും. കുമാരനോളം സിനിമ കണ്ട ഒരാൾ ലൂമിയർ ബ്രദേഴ്സിൽ വരെ കണ്ടിട്ടില്ല. കുമാരൻ കണ്ട എത്ര സിനിമ കണ്ടുപിടിച്ച ഒരാളല്ലോ ലൂമിയർ ബ്രദേഴ്സ്. അവർ പോലും കുമാരൻ കണ്ട എത്ര സിനിമ കണ്ടിട്ടില്ല. കുമാരൻ്റെ ഒരു പ്രധാനപ്പെട്ട വിനോദം പാട്ടുപുസ്തകം വാങ്ങുക എന്നുള്ളതാണ്. 15 പൈസ കൊടുത്താൽ ആ സിനിമയുടെ പാട്ടുപുസ്തകം കിട്ടും. കുമാരൻ എല്ലാ പാട്ടും പാടും, എല്ലാം ഒരു ട്യൂണിലായിരിക്കുന്നേ ഉള്ളൂ. കായാമ്പൂ കണ്ണിൽ വിടരും എന്നുള്ള പാട്ടും കസ്തൂരി തൈലമിട്ട് മുടിമിനുക്കി എന്നുള്ളതും ഓമലാളെ കണ്ടു ഞാൻ കുമാരൻ ഒറ്റ ട്യൂണാണ്. കുമാരന് വിവിധ രാഗങ്ങളില്ല, 72 മേളകർത്താ രാഗങ്ങളില്ല, അതിൻ്റെ കൂടാനുകൂടി ജന്യങ്ങളില്ല. കുമാരൻ ഒറ്റ ട്യൂണാണ്, അത് കുമാരൻ്റെ ട്യൂണാണ്. ഈ കുമാരൻ എനിക്ക് ഒരു സഹായം ചെയ്യുമായിരുന്നു. ഈ പാട്ടുപുസ്തകം വാങ്ങി അക്ഷരം വായിക്കാൻ കുമാരൻ അറിയാത്തതുകൊണ്ട് പാട്ട് നോക്കി പാടാൻ പറ്റില്ല കുമാരന്. അപ്പോൾ ഈ പാട്ടുപുസ്തകം ഒരു 3-4 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുമാരൻ എനിക്ക് പഴയ തരും. സെക്കൻഡ് ഹാൻഡ് റേറ്റിനാണ്. ഞാനത് 10 പൈസയ്ക്ക് കുമാരനോട് വാങ്ങും. എന്നിട്ട് ആണ് ഞാൻ പാട്ട് പഠിക്കുക. കുമാരൻ ആദ്യമായിട്ട് എനിക്ക് തന്ന പുസ്തകത്തിലുള്ള പാട്ടായിരുന്നു ദേവരാജൻ മാഷ് ഈണം കൊടുത്ത് വയലാറിൻ്റെ വരികൾക്ക് ദാസേട്ടൻ്റെ നിലാവ് പോലത്തെ ശബ്ദം കൊണ്ട് പൊതിഞ്ഞ പാട്ട്. പനിനീർമഴ, പൂമഴ, തേന്മഴ, മഴയിൽ കുതിരും നൊരഴകേ, നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ,
പനിനീർമഴ പൂമഴ തേന്മഴ. മഴയുടെ ഒരു മുഖമാണ് വയലാർ ആ പാട്ടിൽ നമുക്ക് ഇതൾ വിടർത്തി തന്നത്.